ഹലോ ഗൈസ്, ഇന്ന് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത് നമ്മൾ പ്രതിലിപി സ്റ്റോറിയിൽ കണ്ടിട്ടുണ്ടാവും ബോൾഡ് ലെറ്റേഴ്സ് ഉപയോഗിച്ചിട്ട് സ്റ്റോർ ചെയ്യുന്നത്. അതെങ്ങനെ എഴുതാൻ പറ്റുമെന്നാണ് കാണിക്കുന്നത്. ഇപ്പം ഞാൻ അവിടെ കാണിക്കുന്നത് എൻ്റെ കാതൽ എന്ന സ്റ്റോറീസിൽ എങ്ങനെ നമുക്ക് ബോൾഡ് ലെറ്റേഴ്സ് ഉപയോഗിക്കാമെന്നാണ്. ഇപ്പോൾ ഞാൻ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, ഓൾറെഡി സ്റ്റോറി എഴുതി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഏത് വാക്ക്, ഒരു പാരഗ്രാഫാണോ ഏത് വാക്കാണോ നമുക്ക് ബോൾഡ് ലെറ്റേഴ്സ് ആക്കേണ്ടത് അത് സെലക്ട് ചെയ്തിട്ട് താഴെ ബി എന്നൊരു ഓപ്ഷൻ കാണും, ബോൾഡ്. അത് നമ്മൾ ക്ലിക്ക് ചെയ്താൽ ബോൾഡ് ലെറ്റേഴ്സ് ആയിട്ട് വരും. തൊട്ട് ഇപ്പോൾ ഐ എന്ന് പറഞ്ഞിട്ട് ചെരിച്ചിട്ടുള്ളൊരു ഓപ്ഷന്, അത് ചെരിച്ചിട്ട് എഴുതാൻ പറ്റുന്ന ആ ഒരു ഓപ്ഷനാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏത് വാക്കാണോ വേണ്ടത്, പാരഗ്രാഫ് ആണോ കോൺവെർസേഷൻ ആണോ ഏതായാലും നിങ്ങളത് സെലക്ട് ചെയ്തിട്ട് താഴെ കാണുന്ന ബി എന്നൊരു ഓപ്ഷന് ക്ലിക്ക് ചെയ്യാണ് വേണ്ടത്. അത് ചെരിക്കണമെങ്കിൽ താഴത്തെ ഐ എന്ന ഓപ്ഷന്. അപ്പോൾ ഇത്ര നേരം പറഞ്ഞത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എങ്ങനെ സ്റ്റോറിയിൽ ബോൾഡ് ലെറ്റേഴ്സ് ഉപയോഗിച്ച് സ്റ്റോറി എഴുതാൻ പറ്റും, ഒരു കോൺവെർസേഷനിൽ എങ്ങനെ ബോൾഡ് ലെറ്റേഴ്സ് ഉപയോഗിക്കാം, അത് സെലക്ട് ചെയ്തിട്ടും ബോൾഡ് ബി ആണ്, ബി ഓപ്ഷനാണ്, മറക്കരുത്. പിന്നെ ഈ ഓപ്ഷൻ വെച്ച് അത് ചെരിച്ച് എഴുതാൻ പറ്റും എന്നൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നിങ്ങൾ ബോൾഡ് ലെറ്റേഴ്സ് ഉപയോഗിച്ചെല്ലാം ജസ്റ്റ് ഒരു സ്റ്റോറി പോലെ വായിക്കണം പബ്ലിഷ് ചെയ്യുന്നതിന് മുമ്പ്. അങ്ങനെ വായിക്കണമെങ്കിൽ ഈ പ്രസിദ്ധീകരിക്കുക എന്നൊരു ചിഹ്നത്തിന്റെ ഇപ്പുറം സേവിന്റെ ഒരു ഓപ്ഷനാണ്. അത് കഴിഞ്ഞിട്ട് 3 വരയുള്ള ഒരു ഓപ്ഷനാണ് പ്രിവ്യൂ പറഞ്ഞൊരു ഓപ്ഷൻ. പ്രിവ്യൂ പറഞ്ഞ സ്റ്റോറി നമ്മൾ പബ്ലിഷ് ചെയ്യുന്നതിന് മുമ്പ് സ്റ്റോറി പോലെ നമുക്ക് പേജസ് മറിച്ചിട്ടുള്ള ഒരു ഓപ്ഷനാണ്. നമുക്ക് അതിലൂടെ നോക്കാം.